സഫ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പെരുന്നാൾ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോസി ലിവിങ്, ക്യൂട്ട് DIY ആൻഡ് റൂം ഡെക്കോറൊക്കെ ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിങ്. പെരുന്നാൾ വ്ളോഗ് ഞാൻ പെരുന്നാളിൻ്റെ തലേ ദിവസം തന്നെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഡ്രസ്സ് എടുക്കാൻ പോകുന്നതും മൈലാഞ്ചി ഇടുന്നതൊക്കെ എനിക്ക് അതിൽ കാണിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഷൂട്ട് ചെയ്തതാണ് ഇതൊക്കെ. ഇത് ഞാൻ വേറൊരാൾക്ക് വേണ്ടി കുറച്ച് പോളറോയിഡ് ഫോട്ടോസും അതുപോലെ തന്നെ കുറച്ച് വിഷൻ ബോർഡിൻ്റെ പോസ്റ്റേഴ്സൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അയച്ചു കൊടുക്കാനും പോകാനുണ്ട് ഇന്ന്. അപ്പോൾ അതിന് നിൽക്കുമ്പോഴാണ് DTDCയിൽ നിന്ന് കോൾ വന്നത്. 2 പാക്കേജസ് ഉണ്ട്, വന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതിലെന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് ഷിപ്പ് ചെയ്യാൻ പോകുമ്പോൾ അത് കളക്ട് ചെയ്യുകയും വേണം. അതിൻ്റെ മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റീൽസിൽ വോയിസ് ഓവർ ചെയ്യുകയാണ് കേട്ടോ. ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു മൈക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. വയേർഡ് മൈക്കാണ്. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ വോയിസ് ഓവർ ചെയ്യുമ്പോൾ നല്ലതാണ്. അങ്ങനെ DTDC പോയി ഇതൊക്കെ കളക്ട് ചെയ്തു. ഇതിലെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ റാൻഡമായിട്ട് ആർക്കൊക്കെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇത് തുറന്നപ്പോഴാണ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയത്. ഞാൻ യൂട്യൂബ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബൂട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു ചാലഞ്ച് ഫിനിഷ് ചെയ്തതിന് യൂട്യൂബിൽ നിന്ന് സെൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ്സാണിത്. ഞാൻ കുറേ ദിവസങ്ങൾ മുന്നേ അഡ്രസ്സ് കൊടുത്തതാണ്. അപ്പോൾ ഞാനിത് തീരെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ കിട്ടിയപ്പോൾ സന്തോഷമായി. അതിലൊരു മൈക്കും പിന്നെ ഈ ഒരു ലാമ്പും ഒരു ബാഗുമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഞാൻ വയേർഡ് മൈക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു വയർലെസ് മൈക്ക് വാങ്ങിക്കണമെന്ന് ഞാൻ കുറച്ചായി ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വയർലെസ് മൈക്കാവും ഒന്നുകൂടി കൺവീനിയൻ്റ് എന്ന് എനിക്ക് തോന്നി. ഹായ്, മൈക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വയർലെസ് മൈക്ക് വാങ്ങിക്കണമെന്ന് കുറച്ചായി വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതാ നല്ലതെന്നൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പ്രൈസി ആയിട്ടുള്ളതൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള ഡൗട്ടിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നല്ലതാണെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ മൈക്ക് ടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മൈക്ക് തന്നെ കൈ പിടിച്ച് സംസാരിക്കുമ്പോൾ എന്തോ ഒരു വേറെ ഫീലാണ് എനിക്കുണ്ടാവുക. അപ്പോൾ പിൻ ചെയ്തിട്ട് ഇതിൻ്റെ വോയിസ് എങ്ങനെ ഉണ്ടായിരുന്നു കൂടി നമുക്ക് നോക്കാം. വലിയതായിട്ട് യൂട്യൂബിൽ നിന്ന് എഴുതിയ ഒരു ബാഗാണ് ഇപ്പോൾ ഇത്. ഞാനിപ്പോൾ പുറത്തോട്ടൊക്കെ യൂസ് ചെയ്യുമോ എന്നുള്ളത് സംശയമാണ്. ഇപ്പം എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് നോമ്പുണ്ടായിരുന്നു കേട്ടോ. അറഫ നോമ്പുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് പറഞ്ഞു. നോമ്പ് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഷോപ്പിൽ പോവുകയാണ് കേട്ടോ ചെയ്തത്. പെരുന്നാളിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് ഷോപ്പിൽ ഭയങ്കര തിരക്കുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അതെൻ്റെ സിസ്റ്റർ ഇൻ ലോ ആൻഡ് ഹർ സിസ്റ്റർ തുടങ്ങിയ ഷോപ്പാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാളിന് ഭയങ്കര തിരക്കാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും പോയതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ പെരുന്നാളിന് ഡ്രസ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഷോപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 12 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി തിരക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. അങ്ങനെ ഏറെക്കുറെ ഞാനിങ്ങനെ നോക്കി വെച്ചതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവസാനം എനിക്കിതാണ് കേട്ടോ ഇഷ്ടമായത്. അങ്ങനെ അതും പാക്ക് ചെയ്ത് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചപ്പോഴേക്ക് നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൈലാഞ്ചി ഇടാനുള്ള ആഗ്രഹം കൊണ്ട് സിമ്പിളായിട്ട് എന്തെങ്കിലും ആണെങ്കിലും മൈലാഞ്ചി ഇടണമെന്ന് വിചാരിച്ചിട്ട് ഒരു 2 മണിക്ക് എന്താണ് ഞാൻ ഈ മൈലാഞ്ചി ഇടാനിരിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ സെർച്ച് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. ജസ്റ്റ് ഫ്ലവേഴ്സ് ആണെങ്കിൽ അതെന്ന് വിചാരിച്ച് മൈലാഞ്ചി ഇടാനുള്ള ആഗ്രഹം കൊണ്ട് ഇട്ടതാണ് കേട്ടോ. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കിടന്നപ്പോഴേക്ക് 2:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം പള്ളി നിസ്കരിക്കാൻ പോകണമെന്നുള്ളൊരു പ്ലാനും ഉള്ളതുകൊണ്ട് അലാമൊക്കെ വെച്ച് ഉറങ്ങാൻ കിടന്നു. ഈ ഒരു അലാമിന് ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ഇതിൻ്റെ മുന്നേ ഉമ്മ എന്നെ തട്ടി വന്ന് വിളിച്ചു, ഡോറ് മുട്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ബട്ട് ആ അലാം അടിഞ്ഞപ്പോൾ കറക്റ്റ് സമയത്തിന് എണീക്കുകയും ചെയ്തു. അങ്ങനെ എണീറ്റു, ചായയൊക്കെ കുടിച്ച് ഞാനും ഉമ്മയും അതുപോലെ തന്നെ കാക്കാൻ്റെ വൈഫും കൂടിയാണ് കേട്ടോ പോയത്. ഇപ്രാവശ്യം പോയത് ഞാൻ LKG തൊട്ട് 7th grade വരെ പഠിച്ച എൻ്റെ സ്കൂളിലെ പള്ളിയിലായിരുന്നു കേട്ടോ നിസ്കരിക്കാൻ പോയത്.
അപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം ഷമ്മത്താത്ത കാക്കാൻ്റെ വൈഫ് ബിരിയാണി ഉണ്ടാക്കി, ഉമ്മ പായസം വെച്ചു. അങ്ങനെ ഞാൻ അവിടെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനൂടെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. ബട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിക്കാൻ നിന്നില്ല. പെരുന്നാളിന് നമ്മൾ യൂഷ്വലി ഭയങ്കര നേരത്തെ ഫുഡ് ലഞ്ച് കഴിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ബിരിയാണി കഴിക്കാൻ പോവല്ലേ, അപ്പോൾ ഇനി മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്ത് റെഡി ആവാൻ വന്നതാണ് കേട്ടോ. പെരുന്നാളിൽ ഒരുങ്ങുന്നത് ഒരു രസമാണ് കേട്ടോ. നമ്മളാരും റഷ് ചെയ്യാനൊന്നുമില്ലല്ലോ, എവിടെയും പോകാൻ വേണ്ടിയിട്ടൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് സമയമെടുത്ത് എൻജോയ് ചെയ്ത് അതൊക്കെ ചെയ്താൽ മതിയല്ലോ. ഹായ്, ഇപ്പോൾ മേക്കപ്പൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു സെറം പ്ലസ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തത് കേട്ടോ. മോയ്സ്ചറൈസർ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നെക്സ്റ്റ് ഈ മേബലിൻ്റെ ഒരു കോമ്പാക്ട് പൗഡറാണ്. എൻ്റെ സിസ്റ്ററിനോ എനിക്ക് ഈ ഐഷാഡോസ് ഈ വാട്ടർ ലൈനിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു തിളങ്ങുന്ന പോലെ ഇടുന്ന എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, ഒരു ഭംഗിയാണത്. എൻ്റെ പേരൊക്കെ മാഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ യൂഷ്വലി ചെയ്യുന്നതിലും ഡിഫറെൻ്റായിട്ട് കുറച്ചുകൂടി കട്ടിയിലിട്ട് നോക്കിയതായിരുന്നു കേട്ടോ, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇത് ഈ കണ്ണിനായിട്ട് മാച്ച് ചെയ്യലാണ് പ്രശ്നം. കുറച്ച് ഓവറായിപ്പോയോ എന്നൊരു സംശയം. അങ്ങനെ ലിപ്സ്റ്റിക്കോടുകൂടി നമ്മളുടെ മേക്കപ്പ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പം ഇനി നമുക്ക് മാലയും കമ്മലൊക്കെ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ താത്താൻ്റെ ഒരു പേളിൻ്റെ സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു ക്യൂട്ട് സെറ്റാണ്. അപ്പോൾ താത്ത ഏതായാലും നാട്ടിലൊന്നും ഇല്ലല്ലോ, ഇതോടെ വെറുതെ ഇരിക്കല്ലേ എന്ന് വിചാരിച്ച് ഞാനത് എടുത്തിട്ടു. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് കേട്ടോ അത്. പിന്നെ ഇതെൻ്റെ ഉമ്മച്ചിൻ്റെ വാച്ചാണ്. ഉമ്മാനെ പെണ്ണാണാൻ പോകുമ്പോൾ ഉപ്പ കെട്ടി കൊടുത്തൊരു വാച്ചാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ഞാനാണ് യൂസ് ചെയ്യാറ്. ഇതും നല്ല മാച്ച് ആയിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റിലേക്ക്. അപ്പോൾ സ്വന്തമായിട്ടൊന്നും ഇല്ലേന്നൊന്നും ആരും ചോദിക്കരുത്, എനിക്ക് ഡ്രസ്സിലേക്ക് മാച്ച് ആയതൊക്കെ എടുത്തിട്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി കഴിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഈവനിങ് ഞാനും ഉമ്മയും കൂടെ ഉമ്മാൻ്റെ സിസ്റ്ററിൻ്റെ മോളുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈവനിങ് അവിടെ നിന്നാണ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മളെ വീട്ടിലും ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ആരുമല്ല, നമ്മളെ എളിയന്മാരൊക്കെ തന്നെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒറ്റ ഫോട്ടോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. മിറർ സെൽഫി അല്ലാണ്ട് ഒരു പ്രോപ്പർ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ട്രൈപോഡ് വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമുക്ക് ഡ്രസ്സ് മാറിയിടണം. ഈ ക്ലിപ്സൊക്കെ നെക്സ്റ്റ് ഡേയിലായിരുന്നു കേട്ടോ. എൻ്റെ ഉമ്മാൻ്റെ സിസ്റ്ററും എൻ്റെ കസിൻസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഇതിന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അന്നെടുത്ത ഫോട്ടോസൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ കെറോസൽ പോസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഫോളോ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ പോസ്റ്റ്. അങ്ങനെ എഡിറ്റിങ്, ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും സ്കിൻ കെയർ ചെയ്ത് കിടക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ രാത്രി ഞാൻ നിയാസനമൈഡ് സെറം പ്ലസ് ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ ലിപ് ബാമായിട്ട് യൂസ് ചെയ്യാറ് ഈ ഒരു ഗ്ലൈസോളിഡിൻ്റെ ഗ്ലിസറിൻ ക്രീമാണ് കേട്ടോ. ഇതെങ്ങനെ യൂസ് ചെയ്യാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇത് ഞാൻ ഒരു ദിവസം ലിപ് ബാം കാണാഞ്ഞപ്പോൾ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ലിപ്സ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതന്നെയാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ ഇതൊക്കെ ചെയ്ത് ഞാൻ കിടക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. അപ്പോഴാണ് ഇന്നലെ വന്ന ഒരു ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടില്ല. ആ യൂട്യൂബിൽ നിന്ന് സെൻഡ് ചെയ്ത ഗിഫ്റ്റ്സ് മാത്രമേ അൺബോക്സ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൂടെ നിങ്ങളെ കാണിച്ചിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഡെൽറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ് ഇതൊക്കെ കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഷോക്കേസ് പോലത്തെ ഒരു സംഭവവും പിന്നെ ഒരു കീ ചെയിനും ഒരു ഫോട്ടോ ഫ്രെയിമാണ് ഇട്ടുണ്ടായിരുന്നത്. എല്ലാം ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ഒരു പേജാണത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു പേജ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.